Students, the last class we discussed the representation of actual wave, that is a representation of a sinusoidal wave in the complex notation. Today we discuss the new topic, that is the boundary conditions, this reflection and transmission. Here we will derive an expression for the reflected amplitude and the transmitted amplitude of a wave when it travels through a string. Okay. Let us consider a string tied to another string, that is, this is a string, this is tied to another string. This is a string 1 and this is string 2. We generate a wave on the first string. That wave, this is an incident wave. Okay, let me write, this is incident wave. And this point is a knot. Knot. Now what will happen? ഈ ഇൻസിഡന്റ് വേവ് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൂട്ടിക്കട്ടിയ രണ്ട് സ്ട്രിങ്ങിലൂടെ കടത്തിവിടുകയാണ്. എങ്കിൽ സംഭവിക്കുന്നത് കുറച്ച് ഭാഗം ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു പോകും. സെക്കൻഡ് സ്ട്രിങ്ങിൽ കുറച്ച് ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു പോകും. This is a transmitted wave. Transmitted wave. Okay, കുറച്ച് വേവ് എന്ത് ചെയ്യും? That will be reflected back. കുറച്ച് ഭാഗം ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തു പോകും. Then this is a reflected wave. അപ്പോൾ ഈ രണ്ട് സ്ട്രിങ്ങും കൂടി ടൈ ചെയ്തിരിക്കുന്ന ഈ പോയിന്റ്, that is z is equal to 0. എങ്കിൽ ഈ ഭാഗം എന്തായിരിക്കും? This will be z greater than 0 and this portion is z less than 0. Let us note down here. The story എന്താണ്? Be considered a string, that is string 1 tied to another string, this is string 2, having different mass per unit length with a knot at z is equal to 0. അപ്പോൾ സ്ട്രിങ്ങിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഒന്നാമത്തെ സ്ട്രിങ്ങിന്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റി മ്യൂ എന്ന് പറയാം. നമുക്കിതിനെ മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിന്റെ മ്യൂ എന്ന് പറയാം. ഇതിന്റെ ഒന്നാമത്തെ സ്ട്രിങ്ങിന്റെ ലീനിയർ മാസ് ഡെൻസിറ്റി ആയിട്ടുള്ള മാസ് പെർ യൂണിറ്റ് ലെങ്ത് μ1 ആയിരിക്കും. രണ്ടാമത്തതോ മാസ് പെർ യൂണിറ്റ് ലെങ്ത് μ2 ആയിരിക്കും. ഡിഫറൻ്റ് ആണ്. രണ്ട് ഡിഫറെൻ്റ് ലീനിയർ മാസ് ഡെൻസിറ്റി ഉള്ള സ്ട്രിങ്ങുകൾ തമ്മിലാണ് ഇവിടെ കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു ഇൻസിഡന്റ് വേവിനെ സെൻഡ് ചെയ്യുന്നു സ്ട്രിങ് 1ലേക്ക്. അതാണ് നമ്മുടെ ദിസ് ഇൻസിഡന്റ് വേവ്. അത് നോട്ടിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്ന ആ പോയിന്റിൽ ജംഗ്ഷനിൽ വെച്ചിട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോകും, കുറച്ച് ഭാഗം ബാക്കി പോയി ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു പോകും. Okay, that is when a wave passes through the string, at the knot
at the node, the wave will be partially reflected and partially transmitted. Okay. Let me note on the second point. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് സ്ട്രിങ്ങിൻ്റെയും ടെൻഷൻ, രണ്ട് സ്ട്രിങ്ങും നമ്മൾ ഒരേപോലെ വലിച്ചു വെച്ചിരിക്കുകയാണ്. രണ്ടിനും അനുഭവപ്പെടുന്ന ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഈസ് സെയിം, ടെൻഷൻ ഈസ് സെയിം. അതായത് നമ്മൾ ഇതിനിപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഭിത്തിയിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ, ഇതിനെ വലിഞ്ഞിരുന്നാലാണല്ലോ ഇതിലേക്ക് നമുക്ക് വേവ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ലൂസായിരിക്കുന്ന ഒരു സ്ട്രിങ്ങിൽ നമുക്ക് വേവ് ജനറേറ്റ് ചെയ്യാൻ പ്രയാസമാണല്ലോ. അപ്പോൾ ഈ രണ്ട് സ്ട്രിങ് 1ഉം 2ഉം വലിച്ചു പിടിച്ചിരിക്കുകയാണെങ്കിൽ രണ്ടിനും കിട്ടുന്ന ടെൻഷൻ രണ്ടും സെയിം ആയിരിക്കും എന്നർത്ഥം. Assume that the tension T is same for both strings. ഓക്കെ, അപ്പോൾ ടെൻഷൻ സെയിം ആണെങ്കിൽ, രണ്ടിൻ്റെയും ടെൻഷൻ സെയിം ആണെങ്കിൽ, what will be the velocity of the wave in the two string? See, the wave velocity v is equal to root of t by mu. അല്ലേ? ടി എന്ന് പറഞ്ഞാൽ ടെൻഷൻ, മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്, ലീനിയർ മാസ് ഡെൻസിറ്റി. നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് ലീനിയർ മാസ് ഡെൻസിറ്റി ഈസ് ഡിഫറെൻറ്റ്. ഒന്ന് മാസ് കുറഞ്ഞിട്ടുള്ള നേരിയൊരു നൂലാണ്, ഒന്ന് മാസ് കൂടിയിട്ടുള്ള നല്ല മാസുള്ള ഒരു നൂലാണ്, ഒരു കയറാണ്, ഒരു സ്ട്രിങ് ആണ്. ഇതിൻ്റെ ലീനിയർ മാസ് ഡെൻസിറ്റി μ1, ഇതിൻ്റെത് μ2. അപ്പോൾ മ്യൂ ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലായി. മ്യൂ ഡിഫറെൻ്റ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നമ്മുടെ വേവ് വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ടെൻഷൻ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും എന്ത്? സിൻസ് mu is different in the two strings, the wave velocities will be different. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് എവിടെയാണ് നമ്മുടെ നോട്ട് വരുന്നത്? നോട്ട് കൂട്ടിക്കെട്ടിരിക്കുന്ന ഭാഗം, that is z is equal to 0. ഈ ഭാഗം z less than 0, ഈ ഭാഗം z greater than 0. That is, the note occurs at z is equal to 0. ഇനി നമ്മുടെ സ്ട്രിങ്ങുകളിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഇൻസിഡൻറ്റ് വേവിൻ്റെയും അതുപോലെ ട്രാൻസ്മിറ്റഡ് വേവിൻ്റെയും റിഫ്ലക്റ്റഡ് വേവിൻ്റെയും ഒക്കെ ഇക്വേഷൻ നമുക്ക് എഴുതണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യം ഒന്നുകൂടെ ഇങ്ങോട്ടേക്ക് റീകോൾ ചെയ്യാം. നമ്മൾ പഠിച്ചിരുന്ന ഒരു കാര്യമാണ് എ വേവ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് f of xt is equal to a cos kx minus omega t plus delta. ഇപ്പോൾ നമ്മളെ വേവ് സഞ്ചരിക്കുന്നത് z ഡയറക്ഷനിലാണെങ്കിൽ ദിസ് ഈസ് കെ സെറ്റ്. ഈ വേവ് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിരുന്നത് ദിസ് ഈസ് എ റിയൽ പാർട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, ദാറ്റ് ഈസ് can be written as real part of a e power I kz minus omega t plus delta. That is equal to real part of e power I delta a, നമ്മൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ കൂടെ എഴുതുകയാണെങ്കിൽ e power I delta into e power I kz minus omega t എന്ന് എഴുതി. ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് മാറ്റിയിട്ട് എഴുതി. Therefore, real part of
ഈ പവർ ഐ കെ സെറ്റ് മൈനസ് ഒമേഗ ടി എന്ന് എഴുതി. അപ്പോൾ അവിടെ നമ്മൾ എഴുതിയിരുന്ന ഈ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റിയൽ ആംപ്ലിറ്റ്യൂഡ് എ ഐ ഡെൽറ്റ. ഡെൽറ്റ ഈസ് ദ ഫേസ് കോൺസ്റ്റന്റ്. മൊത്തം നമ്മൾ എന്താണ് എഴുതിയിരുന്നത്? എഫ് കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ എഫ് സെറ്റ് ടി. സോറി, ഇവിടെ നമുക്ക് ഈ എഫ് ഇവിടെ എഴുതേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ദിസ് ഈസ് സെറ്റ് ടി ആണ്. ദറ്റ് ഈസ് റിയൽ വേവ് ഫംഗ്ഷൻ എഫ് സെറ്റ് ടി ഈസ് ഈക്വൽ ടു, നമ്മളിതിനെ മൊത്തം എഴുതുകയാണെങ്കിൽ എന്ത് എഴുതണം? റിയൽ പാർട്ട് ഓഫ് കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ എഫ് സെറ്റ് ടി എന്ന് എഴുതിയിരുന്നു. അതായത് എഫ് സെറ്റ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് വേവ് ആംപ്ലിറ്റ്യൂഡ് ഇ ഐ കെ സെഡ് മൈനസ് ഒമേഗ ടി. ഇതാണ് നമ്മൾ ഇവിടെ വേവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഈ എഫ് സെഡ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി എന്താണ്? ദിസ് ഈസ് എ ആക്ച്വൽ വേവ് ഫംഗ്ഷൻ. ഇതെന്താണ് സംഭവം? ദിസ് ഈസ് എ കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ. ഇങ്ങനെ ഈ കോസ് തീറ്റ രൂപത്തിൽ നിന്നും ഇതുപോലെ കോംപ്ലക്സ് നൊട്ടേഷനിലേക്ക് എഴുതാനുണ്ടായ കാരണം, എക്സ്പൊണൻഷ്യൽ ഈ പവറിൻ്റെ രൂപത്തിലേക്ക് എഴുതാനുണ്ടായ കാരണം നമ്മൾ പറഞ്ഞിരുന്നു. ഈ പവറിൻ്റെ രൂപത്തിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വേവുകളുടെ അഡീഷൻസ് സബ്സ്ട്രാക്ഷൻസ് ഒക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കോസ് രൂപത്തിൽ തന്നെ നിർത്തുവാണെങ്കിൽ അവിടെ കോസൈൻ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൻ്റെ അഡീഷൻ സബ്സ്ട്രാക്ഷൻ റൂൾസുകളൊക്കെ ഒബേ ചെയ്യേണ്ടി വരും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഫോമാണ് നമ്മൾ ഈ പറഞ്ഞ മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻസിഡൻറ്റ് വേവിനെയും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റഡ് വേവിനെയും റിഫ്ലക്റ്റഡ് വേവിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഇൻസിഡൻറ്റ് വേവിനെയും ട്രാൻസ്മിറ്റഡ് വേവിനെയും റിഫ്ലക്റ്റഡ് വേവിനെയൊക്കെ എങ്ങനെ ഈ കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എഴുതുക എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്നിട്ടാണ് നമ്മൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റും റിഫ്ലക്ഷൻ ആംപ്ലിറ്റ്യൂഡും ട്രാൻസ്മിറ്റഡ് ആംപ്ലിറ്റ്യൂഡും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക. ഇപ്പം ഞാൻ വച്ചിരിക്കുന്ന ചിത്രത്തിൽ ഇൻസിഡൻറ്റ് വേവ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് അവർ ഇൻസിഡൻറ്റ് വേവ് ആൻഡ് റിഫ്ലക്റ്റഡ് വേവ് ഈസ് ദിസ് വൺ. ദിസ് ഈസ് അവർ നോട്ട്, കൂട്ടിക്കെട്ടിയ രണ്ട് സ്ട്രിങ് കൂട്ടിക്കെട്ടിയ സ്ഥലം. ദിസ് ഈസ് അവർ ട്രാൻസ്മിറ്റഡ് വേവ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രിങ് 1. This is our string 1. This is our string 2. ഒന്ന് കനം കുറഞ്ഞ സ്ട്രിങ് ലീനിയർ മാസ് ഡെൻസിറ്റി mu1, അടുത്ത ലീനിയർ മാസ് ഡെൻസിറ്റി mu2. ഇത്തിരി കനം കൂടിയ സ്ട്രിങ് ആണ്. ഇനി നമ്മളിതിൽ ഇൻസിഡൻറ്റ് വേവിൻ്റെ ഇക്വേഷൻ കോംപ്ലക്സ് വേവ് നൊട്ടേഷനിൽ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് വേവ്. ഇൻസിഡൻറ്റ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഐ സെഡ് ടി. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഈ നൊട്ടേഷൻ. ഇതാണ് നമുക്ക് എഴുതാൻ പോകുന്നത്. എഫ് സെഡ് ടി ഈസ് ഈക്വൽ ടു, ഈ ഇൻസിഡൻറ്റ് വേവിനെ ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ. ദിസ് ഡയറക്ഷൻ ഈസ് അലോൺ സെഡ് ഡയറക്ഷൻ. അതുകൊണ്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ഇൻസിഡൻറ്റ് കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്, ബിക്കോസ് ദിസ് ഈസ് എ കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ, ഇ പവർ ഐ ഇൻസിഡൻറ്റ് വേവിൻ്റെ വേവ് വെക്റ്റർ that is k1 cos mu1. I will write k1, direction is traveling along positive, where this is traveling along this direction, positive z direction, minus omega t. Okay, this incident wave is
lying in the region z less than 0. Therefore, this is z less than 0. Fine. ഇനി വേറെ എന്ത് വേവ് ഇവിടെ ഉള്ള z ലെസ് ദാൻ 0 റീജിയനിൽ നമുക്ക് റിഫ്ലക്റ്റഡ് വേവ് ഉണ്ട്. Therefore, next the reflected wave can be written as f r z t is equal to amplitude of the reflected wave e power I. ഇനി ശ്രദ്ധിക്കണം, റിഫ്ലക്റ്റഡ് വേവിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാ? ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. ദറ്റ് ഈസ് അലോൺ നെഗറ്റീവ് z ഡയറക്ഷൻ. Therefore, this should be minus k1 അല്ലേ? കാരണം the same സ്ട്രിങ്ങിലാണ്. k1 z minus omega t. The reflected wave is traveling along negative z direction. This is the region also z less than 0. ഇനി ഇവിടെ ഉള്ളത് മൂന്നാമത്തെ വേവ് ആണ്, നമ്മുടെ ട്രാൻസ്മിറ്റഡ് വേവ്. That is this transmitted wave can be written as ft z of t a transmitted e power. Transmitted wave ന്റെ മോഷൻ എങ്ങനെയാ? Motion is along this positive z direction. What is the k value? K is k2, because mu2 is the wave velocity. Let us write this is k2. k2 positive z direction ആയതുകൊണ്ട് k2z minus omega t. ഇത് ഏത് ഭാഗത്തെ റീജിയനാണ്? z ഗ്രേറ്റർ ദാൻ 0 ചിത്രത്തിലല്ലേ? നമുക്കിതിനെ z ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ മൂന്ന് വേവും കോംപ്ലക്സ് വേവ് നൊട്ടേഷനിലേക്ക് എഴുതി. ഇനി നെറ്റ് ഡിസ്റ്റർബൻസ് ഓൺ ദ സ്ട്രിങ്. അപ്പോൾ നമ്മുടെ ഈ സ്ട്രിങ്ങിൽ മൊത്തത്തിലുള്ള നെറ്റ് ഡിസ്റ്റർബൻസ് നമുക്ക് എഴുതണം. നെറ്റ് ഡിസ്റ്റർബൻസ് ഓഫ് ദ സ്ട്രിങ്. ഈ സ്ട്രിങ്ങിലുള്ള ആകെയുള്ള നെറ്റ് ഡിസ്റ്റർബൻസ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സ്ട്രിങ്ങിലുള്ള ടോട്ടൽ വേവ്, ഇൻസിഡൻറ്റും റിഫ്ലക്റ്റഡും ട്രാൻസ്മിറ്റഡും ഒക്കെ എല്ലാം കൂട്ടിയിട്ടുള്ള വേവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദറ്റ് ഈസ് ടോട്ടലി എഫ് സെഡ് ടി ഈസ് ഈക്വൽ ടു, ഇവിടെ എന്തൊക്കെയുണ്ട്? സെഡ് ലെസ് ദാൻ റീജിയനിൽ രണ്ട് വേവ് ഉണ്ട്. That is our incident wave and also reflected wave. Therefore, we have to write these two in the z less than 0 region. നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതി എങ്ങനെ എഴുതാം? ai e power k1z minus omega t plus ar e power minus k1z minus omega t അല്ലേ? ഇൻസിഡന്റ് വേവ് പ്ലസ് ദീസ് റിഫ്ലക്റ്റഡ് വേവ് ഇൻ ദ ഫിഗർ. ഈ രണ്ട് വേവും കൂടെ കൂട്ടിയതാണ് z ലെസ് ദാൻ 0 ടോട്ടൽ വേവ്. അങ്ങനെ എഴുതാം. എ ഐ കോംപ്ലക്സ് ഇ പവർ ഐ k1z മൈനസ് ഒമേഗ ടി പ്ലസ് റിഫ്ലക്റ്റഡ് വേവ് ദാറ്റ് ഈസ് AR e power I minus k1z minus omega t. This is in the case of z less than 0. ഇനി z greater than 0 യിലുള്ള that is our this wave, transmitted wave. z greater than 0 എന്ന് പറഞ്ഞാൽ ഈ 0 ഈ ഭാഗത്തുള്ളത് നമ്മുടെ this transmitted wave. That is equal to a transmitted e power I k2 z minus omega t. This is in the region of z greater than 0. അപ്പോൾ നമുക്ക് ഇതിനെ മൊത്തത്തിൽ ഇങ്ങനെ എഴുതാം.
if z is equal to, this is the net disturbance of the string or total wave present in the string. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് we will apply boundary conditions. Okay. Apply എന്തിനാ നമ്മൾ എന്തിനാ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്? അവർ എയിം ഈസ് ടു ഫൈൻഡ് ഔട്ട് the amplitude of the reflected wave and also the amplitude of the incident wave. Amplitude of the incident wave is known. We have to find out the amplitude of the reflected wave and amplitude of the transmitted wave in terms of the incident wave. നമുക്ക് ഇങ്ങനെ ഒരു വേവിനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ആംപ്ലിറ്റ്യൂഡ് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരും, എത്രത്തോളം ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിന് അനലോഗസ് ആയിട്ടുള്ള ഒരു കേസാണ് നമ്മുടെ എയറിൽ നിന്നും ഒരു വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് ഒരു വേവ് ഇങ്ങനെ കടന്നു പോവാണ്. അതിൽ എത്ര ഭാഗം ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരും, എത്ര ഭാഗം ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. കാരണം എയർ എന്ന് പറയുന്ന മീഡിയത്തിൻ്റെ ഒരു റെഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും, ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയത്തിൻ്റെ വേറെ റെഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. ദീസ് ദ വേവ് ഈസ് ട്രാവലിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. അപ്പോൾ സ്ട്രിങ്ങിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വേവ്സിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റിഫ്ലക്റ്റഡ് വേവിൻ്റെയും ട്രാൻസ്മിറ്റഡ് വേവിൻ്റെയൊക്കെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കേസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ ഒരു സിമ്പിൾ ലോജിക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള സ്ട്രിങ്ങിൽ ഒരു വേവ് റിഫ്ലക്ഷൻ, ട്രാൻസ്മിഷൻ, അതിൻ്റെ കോഎഫിഷ്യൻസ് എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രാൻസ്മിറ്റൻസും ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റും റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെയും കണ്ടുപിടിക്കാൻ പറ്റും. പവർ, എത്രത്തോളം പവറാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എത്രത്തോളം പവറാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്. റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ആംപ്ലിറ്റ്യൂഡ്